തിരുവനന്തപുരം പേട്ടയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ 2 വയസ്സുകാരിക്കായി വ്യാപക തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 8.5 മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞു കുഞ്ഞിനെ കാണാതായിട്ട്. പക്ഷേ യാതൊരുവിധ സൂചനകളും പോലീസിന് ലഭിച്ചിട്ടില്ല. എങ്കിലും അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾ സയൻസ് കോളേജ് പരിസരത്ത് നിന്നും കുഞ്ഞിനെ കാണാതായ ഒരു പ്രദേശത്ത് നിന്നും അഖിൽ പാലോട്ടുമഠം തുടരുകയാണ്. അഖിൽ, അവിടെ 15ഓളം ഇത്തരത്തിലുള്ള നാടോടി കുടുംബങ്ങൾ താമസിച്ചു വരികയാണ്, കുറേ നാളുകളായി താമസിച്ചു വരികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ബീഹാർ സ്വദേശികളുടെ കുഞ്ഞാണ്, മേരി എന്ന് പറയുന്ന ആ കുഞ്ഞാണ് കാണാതായിരിക്കുന്നത്. ഈ 15ഓളം അല്ലെങ്കിൽ അതിലധികം വരുന്ന ഈ കുടുംബങ്ങൾ തങ്ങളിൽ ഒരു കുഞ്ഞിനെ കാണാതായതിൽ വലിയ രീതിയിലുള്ള വിഷമത്തിലാണ്. സ്വാഭാവികമായും ഇപ്പോഴും കുഞ്ഞിനെ കണ്ടെത്താൻ കഴിയാത്തൊരു വലിയ ആശങ്ക തന്നെയാണ് അവർക്കുള്ളത്. എത്രത്തോളം ഭയപ്പാടിലാണ് അവിടെ അവർ കഴിയുന്നത്. അപ്പം ആ ഒരു പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ കൂടി എത്രത്തോളം ആശങ്കയോടെയാണെങ്കിൽ ഈ തെരച്ചിലിന് എത്രത്തോളം പ്രതിബന്ധം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ആ മേഖലകളിൽ ഉള്ളത് എന്ന് സംബന്ധിച്ച് ഇരുതരത്തിൽ നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാം. കെ പി, എന്തായാലും എത്ര സംഘമുണ്ട് എന്നുള്ള കാര്യത്തിൽ പോലീസിനും ഒരു കണക്കില്ല. ഇവിടെ ഒരു കുടുംബമാണോ അല്ലെങ്കിൽ 15 കുടുംബമാണോ എന്നുള്ള കാര്യത്തിൽ പോലീസിനൊരു കൃത്യതയായ ഒരു കണക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്കും ആ കാര്യത്തിൽ ഒരു ചെറിയ വ്യക്തത കുറവുണ്ട്, എത്ര കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത്. കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇവരൊരു കൂട്ടമായിട്ടാണ്, ചിലപ്പോൾ ഒരു കുടുംബം അല്ലെങ്കിൽ ഒന്നിലധികം കുടുംബങ്ങളൊക്കെ തന്നെ ഒരു പ്രദേശത്ത് എത്തുന്നു, അവിടെ ഭിക്ഷാടനം നടത്തി അങ്ങനെയൊക്കെ കടന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇവിടെ എത്ര കുടുംബമുണ്ട് എന്നത് അറിയില്ല. പക്ഷെ ഇപ്പോൾ കാണാതായ കുട്ടി അച്ഛനും അമ്മയ്ക്കും 3 സഹോദരങ്ങൾക്കും ഒപ്പമാണ് ഇവിടെ കിടന്നുറങ്ങിയത്. അങ്ങനെ രക്ഷിതാക്കളുടെ മടിത്തട്ടിൽ സുരക്ഷിതമായി കിടന്നുറങ്ങിയ ഒരു കുട്ടിയാണ് സൂര്യൻ അസ്തമിച്ച് കിടന്നുറങ്ങി സൂര്യൻ ഉദിക്കുന്ന സമയത്ത് കാണാതെ പോകുന്നത് എന്ന് പറയുമ്പോൾ കേരളം എത്രമാത്രമാണ് ഒരു ജനങ്ങൾക്ക് സുരക്ഷിത ഒരുക്കുന്നത്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ചില ആൾക്കാർക്ക് പറയുന്നത് പോലെയൊക്കെ തന്നെ അവർ മലയാളികളല്ലല്ലോ എന്ന് വേണമെങ്കിൽ ചില അവകാശവാദങ്ങൾ പറയാം. പക്ഷെ അതൊരു കുട്ടിയാണ്, ഒരു പിഞ്ചു കുഞ്ഞാണ്, 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞാണ്. അപ്പോൾ ആ കുട്ടിക്ക് സുരക്ഷ ഒരുക്കേണ്ടത് ഈ നാട്ടിലെ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ്, പോലീസ് സംവിധാനങ്ങൾ തന്നെയാണ്. നേരത്തെ വാർഡ് കൗൺസിലർ അടക്കം സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു സാഹചര്യമുള്ള ഒരു പ്രദേശമാണ്. കാരണം ഒരു സൈഡ് എയർപോർട്ട് ഉണ്ട്, ഒരു സൈഡ് ബ്രഹ്മോസ് ഉണ്ട്, ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശത്താണ് ഇവർ ഉള്ളത്. അപ്പോൾ ഈ പ്രദേശം ഒരു വലിയ വ്യാപാര സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വേറെ മറ്റു വീടുകളോ ഒന്നും ഉള്ള സ്ഥലമല്ല. അപ്പോൾ കുറച്ചുകൂടി പോലീസ് അലർട്ടായിട്ട് നിൽക്കേണ്ട അല്ലെങ്കിൽ പെട്രോളിംഗ് നടത്തേണ്ട ഒരു പ്രദേശമാണ്. ഇപ്പോൾ നമുക്ക് കാണുന്നത് പോലെ തന്നെ ആ സംഘത്തിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു സംഘം ഇവിടെ ഇപ്പോഴും കിടന്നുറങ്ങുന്നുണ്ട് വിഷമത്തോടെ. അവർക്ക് പറയാൻ കഴിയുന്നതിനും അപ്പുറത്ത് അവർക്ക് വേദനകൾ ഉള്ളിലൊതുക്കി അവർ ഇപ്പോഴും ഇവിടെ കിടക്കുന്നുണ്ട്. ആ കുട്ടിയുടെ അമ്മുമ്മയാകാം അല്ലെങ്കിൽ അവരുടെ സംഘത്തിലുള്ള മറ്റാരെങ്കിലും ആയിരിക്കാം ഇവിടെ കിടന്നുറങ്ങുന്നുണ്ടാകുന്നത്. 2 ആൺകുട്ടികൾ കൂടി ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അവർ ഇപ്പോഴും ഇവിടെ കിടക്കുകയാണ്. തങ്ങളോട് കൂടെയുള്ള ഒരു കുഞ്ഞിനെ കാണാതെ പോയി ആ ദുഃഖത്തിൽ, ആ വിഷമത്തിൽ അവർ ഇപ്പോഴും ഇവിടെ കിടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടിയുടെ രക്ഷിതാക്കൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണുള്ളത്, നമ്മളെ പ്രശാന്തേട്ടനുള്ള പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. എന്തായാലും നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് പോലീസ് ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തിയിരുന്നു. കാരണം ഞാൻ നിൽക്കുന്ന ഇവിടെ ഈ കാണുന്നത് പോലെ തന്നെ ഇതൊരു തുറന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ഒരു സൈഡിലേക്ക് മുഴുവനായും റെയിൽവേ ട്രാക്കാണ്, പിന്നെ കുറച്ച് കാട് പ്രദേശമാണ്. അവിടെ നിന്നും നമുക്ക് കാണുന്നത് പോലെ ഒരു വലിയ കാട് പ്രദേശമാണ് നമുക്ക് പുറകിൽ ഉള്ള ഈ പ്രദേശം എന്ന് പറയുന്നത്. പിന്നെ ഒരു സൈഡിൽ കൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോഡുമാണ് കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഈ കുട്ടിയെ കാണാതെ പോയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നതും. ഇതുപോലെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു മേഖലയിൽ നിന്നും അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ ഒരു പ്രദേശത്ത് നിന്നുമാണ് ഈ കുട്ടിയെ കാണാതെ പോകുന്നത് എന്നതാണ് ഏറ്റവും ദുസ്സഹകരമായ കാര്യം അല്ലെങ്കിൽ വിഷമകരമായ ഒരു കാര്യം. ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. എങ്ങോട്ടാണ് ഈ നാട് കടന്നു പോകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. കാരണം നേരത്തെ നമുക്ക് മുമ്പിലുള്ള ഒരു തൊട്ടനുഭവം എന്ന് പറയുന്നത് കൊല്ലത്ത് ആയൂരിലെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതായിരുന്നു. പക്ഷെ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് റോഡിലാണ് തട്ടിക്കൊണ്ടു പോകുന്നത്. ആ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ആ കുട്ടിയുടെ സഹോദരനൊപ്പം ഉണ്ടായിരുന്നു. പോലീസിന് കൃത്യമായി അതിൽ തട്ടിക്കൊണ്ടു പോകുന്നവരിൽ എത്ര അംഗമുണ്ടായിരുന്നു, ഏത് വാഹനമാണ് ഉപയോഗിച്ചിരുന്നത്, അതിൽ സ്ത്രീകളുണ്ടോ പുരുഷനുണ്ടോ എന്നൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു നീഡ്, എവിഡൻസ്, ഒരു ദൃക്സാക്ഷി, എവിഡൻസ് ഉണ്ടായി
ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ അത്തരത്തിൽ ഒരു എവിഡൻസും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവർ നടത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷനും ചിലപ്പോൾ പോലീസുമായിട്ടുണ്ടാകുന്ന ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട് എന്ന് നമുക്ക് അനുഗമിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ ഈ പ്രധാനപ്പെട്ട ഈ നഗരത്തിനകത്തെ തിരുവനന്തപുരം സിറ്റിക്കകത്തെ ഹാർട്ട് ഓഫ് സിറ്റി എന്ന് പറയാൻ സാധിക്കുന്ന ഒരു പ്രദേശത്താണ് ഇവിടെ നാം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് എന്നതാണ് ഈ പ്രദേശത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കുട്ടിയെ ഈ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനം ഏത് എന്നുള്ള കാര്യത്തിലും ഈ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ തന്നെ പറയുന്നത് പോലെ ഒരു ഇരുചക്ര വാഹനമായിരിക്കണം തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഇരുചക്ര വാഹനത്തിൽ കുട്ടിയെ കൊണ്ടുപോകാൻ സാധിക്കുമോ? കുട്ടി ഏതെങ്കിലും തരത്തിലുള്ള മയക്കു സാധനങ്ങൾ നൽകിയായിരിക്കുമോ കൊണ്ടുപോയിരുന്നത്? പക്ഷെ കുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു. 12 മണി എന്ന് പറയുന്നതാണ്. ആ സമയത്ത് നല്ല ഉറക്കത്തിലായിരുന്നോ, അല്ലെങ്കിൽ ആ ഉറക്കത്തിൽ നിന്നും കുട്ടിയെ ഉണരുന്ന ഏതെങ്കിലും സാഹചര്യമുണ്ടോ? അങ്ങനെ ഒരുപാട് സംശയത്തിന്റെ നിഴലുകളിൽ നിൽക്കുന്നതാണ് ഈ സംഭവത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം അത്രമാത്രം ദുരൂഹതകളുമുണ്ട് കാര്യത്തിൽ. കാരണം പോലീസ് അന്വേഷണം ഏത് ദിശയിൽ പോയാലും ഒരു പൊതുസമൂഹത്തിനുണ്ടാകുന്ന ഒരു സംശയം എന്ന് പറയുന്നത് അത് വലിയ ധ്രുവീകരണങ്ങൾ നടത്താൻ സാധിക്കുന്ന സംശയമാണ്. കാരണം ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നു, രാത്രി 12 മണിക്കാണ് ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ ഒരു സമയം ഒരു അഫയോഡക്റ്റമായ ഒരു സമയം രക്ഷിതാക്കൾ പറയുന്നത്. കാരണം ആ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് കൊടുക്കുന്ന ഒരു സമയം രക്ഷിതാക്കൾ പറഞ്ഞത്. കാരണം ആ കുട്ടിയുടെ രക്ഷിതാക്കൾ അച്ഛൻ ഉണരുന്ന സമയത്താണ്, മകളില്ല എന്ന് മനസ്സിലാക്കുന്നത്. ആ സമയത്താണ് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ പ്രദേശത്ത് ഒരു പരിശോധന നടത്തുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ കുട്ടി എണീറ്റ് നടന്നു പോവുകയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് പരിശോധനകൾ നടക്കുന്നത്. അവിടെ നിന്ന് പോലീസിലേക്ക് അറിയിക്കുന്നു. പോലീസ് എത്തി പരിശോധനകൾ ആരംഭിക്കുന്നു. രാവിലെ മുതൽ തന്നെ പോലീസ് പരിശോധനയും നടത്തുന്നുണ്ട്. പക്ഷെ ആ തരത്തിലുള്ള പരിശോധന നടത്തുമ്പോൾ പോലീസ് ശൂന്യതയിൽ നിന്നുകൊണ്ടാണ് അന്വേഷിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ആ പോലീസിന് കൃത്യമായി ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ കണ്ടു എന്ന് പറയുന്ന ഒരു ഐ വിറ്റ്നസ് ഇല്ല. ഏതായാലും അഖിൽ പറഞ്ഞതുപോലെ തന്നെ പോലീസിന്റെ അന്വേഷണം വ്യാപകമായി തന്നെ തുടരുകയാണ്. സംശയമുള്ള സ്ഥലങ്ങളൊക്കെയും പോലീസ് പരിശോധിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ കുഞ്ഞിനെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള കാത്തിരിപ്പിലുമാണ്. അഖിലാണ് വിശദാംശങ്ങൾ നൽകിയത്.